ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് സെമസ്റ്റർ ബികോം ഓണേഴ്സിലെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് അപ്ലിക്കേഷൻ എന്നുള്ള സബ്ജക്റ്റിൻ്റെ കൺട്രോളിംഗ് എന്നുള്ള ചാപ്റ്ററാണ്. അതിൻ്റെ കുറച്ച് ഏരിയാസാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടൈപ്പ് ഓഫ് കൺട്രോൾ മെക്കാനിസമാണ് ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക്. അതിലൊരുപാട് തരം കൺട്രോൾ മെക്കാനിസംസ് ഉണ്ട്. ഫസ്റ്റ് വൺ പ്രിവെൻറ്റീവ് കൺട്രോളാണ്. പ്രിവെൻറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം തടയുക എന്നുള്ളതാണ്. ഒരു കാര്യം വരുന്നതിന് മുന്നേ തടയുന്നതിനെയാണ് പ്രിവെൻറ്റീവ് കൺട്രോൾ എന്ന് പറയുക. കൺട്രോൾ അപ്ലൈഡ് ബിഫോർ ആൻ ആക്ടിവിറ്റി ബിഗിൻസ് ടു പ്രിവെൻറ്റ് മിസ്റ്റേക്സ് ഓർ ഡീവിയേഷൻസ്. മിസ്റ്റേക്സോ ഡീവിയേഷൻസോ വരുന്നതിന് മുന്നേ ഒരു ഒരു ആക്ടിവിറ്റി നടക്കുന്നതിന് മുന്നേ അതിൽ വരാൻ സാധ്യതയുള്ള മിസ്റ്റേക്സും ഡീവിയേഷൻസും ഒക്കെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ടുള്ള കൺട്രോളാണ് പ്രിവെൻറ്റീവ് കൺട്രോൾ വരുന്നത്. നെക്സ്റ്റ് കറക്റ്റീവ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ആക്ടിവിറ്റി ഡൺ ആയി, അല്ലെങ്കിൽ ഒരു ഡീവിയേഷൻ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞു, അതിനുശേഷം നടത്തുന്ന കൺട്രോളാണ് കറക്റ്റീവ് കൺട്രോൾ. ജസ്റ്റ് അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ കറക്റ്റീവ് കൺട്രോൾ. നെക്സ്റ്റ് ഫീഡ്ബാക്ക് കൺട്രോൾ. It is a post-action control that uses information from past performance to improve future result. ഫ്യൂച്ചർ റിസൾട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പാസ്റ്റ് പെർഫോമൻസിൽ എന്ന വിവരങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് ആ ഇൻഫർമേഷൻസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ആക്ഷൻ നടന്നതിന് ശേഷം എന്ത് ചെയ്യുന്നതിനെയാണ് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ഫീഡ്ബാക്ക് കൺട്രോൾ എന്ന് പറയുക. നെക്സ്റ്റ് പറയുന്നത് കൺകറൻറ്റ് കൺട്രോളാണ്. അതായത് ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന കൺട്രോളാണ് കൺകറൻറ്റ് കൺട്രോൾ. ഓക്കെ. നെക്സ്റ്റ് സ്ട്രാറ്റജി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് കൺട്രോൾ ഫോക്കസസ് ഓൺ ലോങ് ടേം ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ലോങ് ടേം ഗോൾസും സ്ട്രാറ്റജീസും ഒക്കെ ഫോക്കസ് ചെയ്യുന്ന അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് സ്ട്രാറ്റജിക് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സൈബർനെറ്റിക് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സെൽഫ് റെഗുലേറ്റിംഗ് കൺട്രോൾ സിസ്റ്റം വേർ ഫീഡ്ബാക്ക് ഈസ് ഓട്ടോമാറ്റിക്കലി യൂസ് ടു മേക്ക് കറക്ഷൻസ് അല്ലേ. അതായത് ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ഡെവലപ്മെൻറ്റും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കൺട്രോളിങ്ങിലും ഈ ഒരു ടെക്നോളജി കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സെൽഫ് റെഗുലേറ്റിംഗ് കൺട്രോളിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക. ആ ഒരു സെൽഫ് റെഗുലേറ്റിംഗ് കൺട്രോളിംഗ് സിസ്റ്റത്തെയാണ് സൈബർനെറ്റിക് കൺട്രോൾ എന്ന് പറയുക. നെക്സ്റ്റ് ബ്യൂറോക്രാറ്റിക് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ സം റൂൾസ്, റെഗുലേഷൻസ്, പോളിസീസ്, ഹയറാർക്കി, അതോറിറ്റി ഇങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് ബ്യൂറോക്രാറ്റിക് കൺട്രോൾ എന്ന് പറയുക. അതായത് കൺട്രോൾ ഉണ്ടാവും, കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്റ്റാൻഡേർഡ് റൂൾസും റെഗുലേഷൻസും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് അതിൻ്റെ ബേസിലാണ് കൺട്രോളിങ് നടക്കുന്നതെങ്കിൽ അതിനെ ബ്യൂറോക്രാറ്റിക് കൺട്രോൾ എന്ന് പറയുന്നു. ഫൈനാൻഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ റിസോഴ്സസ് മോണിറ്റർ ചെയ്യുക, മാനേജ് ചെയ്യുക, ഇതിനെയാണ് ഫൈനാൻഷ്യൽ കൺട്രോൾ എന്ന് പറയുക. ഇനി കൾച്ചറൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം വാല്യൂസ്, ബിലീഫ്സ് ആണ്. മറ്റുള്ളവരുടെ ബിലീഫ്സ്, വാല്യൂസ്, ട്രഡീഷൻസ് ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ബേസിൽ നടത്തുന്ന കൺട്രോളാണ് കൾച്ചറൽ കൺട്രോൾ എന്ന് പറയുക. ഔട്ട്പുട്ട് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ആക്ടിവിറ്റി അല്ല, അല്ലെങ്കിൽ നടക്കുന്ന ഓപ്പറേഷൻസ് അല്ല, അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും, അതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും, അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന കൺട്രോളാണ് ഔട്ട്പുട്ട് കൺട്രോളായിട്ട് വരുന്നത്. പേഴ്സണൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ സൂപ്പർവിഷൻ, ഡയറക്റ്റ് ഇൻട്രാക്ഷൻ, ലീഡർഷിപ്പ് ഇങ്ങനെയൊക്കെ നടത്തുന്ന കൺട്രോളെയാണ് പേഴ്സണൽ കൺട്രോൾ എന്ന് പറയുക. അതായത് ഇൻഡിവിജ്വലിനെ കൺട്രോൾ ചെയ്യുക. ഓക്കെ, ആണ് പേഴ്സണൽ കൺട്രോൾ എന്ന് പറയുക. ഇത്രയും കൺട്രോൾ മെക്കാനിസമാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് കൺട്രോൾ ടെക്നിക്സ് ആണ്. എപ്പോഴും ഒരു എസ്സേ മോഡലിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് കൺട്രോൾ ടെക്നിക്സ്. ഓക്കെ, നമുക്ക് ട്രഡീഷണൽ കൺട്രോളും ഉണ്ട്, മോഡേൺ കൺട്രോളും ഉണ്ട്, അല്ലെങ്കിൽ മോഡേൺ മെത്തേഡ്സും ഉണ്ട്. അപ്പോൾ ആദ്യം ട്രഡീഷണൽ മെത്തേഡ്സാണ് ഫസ്റ്റ് പറയുന്നത്. കൺട്രോൾ ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പെർഫോമൻസ് അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില മെത്തേഡ്സ്, അതിനെയാണ് കൺട്രോൾ ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ബഡ്ജറ്ററി കൺട്രോളാണ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഫൈനാൻഷ്യൽ പ്ലാനാണ്. ഒരു 1 ഇയറിനുള്ള ഒരു ഫൈനാൻഷ്യൽ പ്ലാൻ സെറ്റ് ചെയ്യുന്നു, അതിൻ്റെ ബേസിൽ കൺട്രോളിങ് നടത്തുന്നു. അതിൻ്റെ ബേസിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും വേണ്ടുന്ന റിസോഴ്സസ് ആയാലും, അതായത് ഫിനാൻഷ്യൽ റിസോഴ്സൊക്കെ അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഒരു ഡീവിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുക, അതിനാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയാം. ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് കൺട്രോളിങ് ഓപ്പറേഷൻസ് ത്രൂ ദ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് ആൻഡ് കണ്ടിന്യൂസ് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ റിസൾട്ട് വിത്ത് ബഡ്ജറ്റഡ് ഫിഗേഴ്സ് അല്ലേ. അതായത്
ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ത്രൂ പ്രിപ്പയറിങ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുക. അതായത് കണ്ടിന്യൂസ് കമ്പാരിസൺ ആണ്. അത് ആക്ച്വൽ റിസൾട്ട് എങ്ങനെയാണ്, നമ്മൾ ബഡ്ജറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റിസൾട്ട് എങ്ങനെയാണ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കമ്പയർ ചെയ്യുക. എന്തെങ്കിലും ഒരു റെമഡിയൽ ആക്ഷൻ ഡീവിയേഷൻസ് വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെമഡിയൽ ആക്ഷൻ എടുക്കുക വേണം. ഇതിനാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുക. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കൺട്രോളിങ് ടെക്നിക്. നെക്സ്റ്റ് കോസ്റ്റ് കൺട്രോളാണ്. അതായത് ഓപ്പറേഷൻ്റെ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന ആക്ടിവിറ്റീസിൻ്റെ, ഓപ്പറേഷൻ്റെ, പ്രോസസ്സിൻ്റെ ഒക്കെ ചിലവുകൾ അത് കുറക്കുന്നതിനും അതൊന്ന് റെഗുലേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ കുറച്ച് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. കോസ്റ്റ് അനാലിസിസ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ്, ഇങ്ങനെയുള്ള 4 ടെക്നിക്കുകൾ നമ്മൾ കോസ്റ്റ് കൺട്രോളിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതായത് കോസ്റ്റിൻ്റെ എലമെൻ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് എന്ന് പറയുന്ന കുറച്ച് എലമെൻറ്റുകളുണ്ട്. അതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, സ്റ്റഡി ചെയ്യുക, അനലൈസ് ചെയ്യുക. അതായത് എവിടെയാണ് വേസ്റ്റേജ് വരുന്നത്, ഏത് ഭാഗത്താണ് ഇൻഎഫിഷ്യൻസി ഉള്ളത്, ഇങ്ങനെയുള്ള ഏരിയാസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ആൻഡ് അനലൈസിങ് കോസ്റ്റ് ഡാറ്റ. കോസ്റ്റ് ഡാറ്റ അനലൈസ് ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയും സിസ്റ്റമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അത് മാനേജ്മെൻറ്റിൻ്റെ കൺട്രോളിങ് പർപ്പസിനും ഡെസിഷൻ മേക്കിംഗ് പർപ്പസിനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇറ്റ് ഡിറ്റർമിൻസ് ദ ലെവൽ ഓഫ് സെയിൽസ് ഓർ പ്രൊഡക്ഷൻ അറ്റ് വിച്ച് ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടോട്ടൽ റവന്യൂ. അതായത് നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. അത് ഏത് പോയിൻ്റാണ് എന്നറിയാനുള്ള അനാലിസിസാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് സ്റ്റാൻഡേർഡ്സ് ആർ സെറ്റ്. ഓൾറെഡി എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, മുൻകൂട്ടിയിട്ട് നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡുകൾ, കോസ്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആക്ച്വലി ഇൻവേർഡ് ആയിട്ടുള്ള കോസ്റ്റും ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ വാരിയൻസ്, ഡീവിയേഷൻസ് കണ്ടെത്തുന്നു, റെമഡിയൽ ആക്ഷൻ എടുക്കുന്നു. ആ ഒരു ടെക്നിക്കാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഓക്കെ, മൂന്നാമത്തേത് ഫൈനാൻഷ്യൽ കൺട്രോളാണ്. അതായത് ഫൈനാൻഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ടെക്നിക്കാണ് ഫൈനാൻഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ മെയിനായിട്ട് 2 ടെക്നിക്കുകളാണുള്ളത്. കമ്പാരാറ്റീവ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. കമ്പാരാറ്റീവ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കമ്പാരാറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും കമ്പാരാറ്റീവ് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതായത് ഫൈനാൻഷ്യൽ പൊസിഷനും ഫൈനാൻഷ്യൽ പെർഫോമൻസൊക്കെ ഡിഫറെൻറ്റ് പീരിയഡ്സിൻ്റെത്, ഒരു 2 വർഷത്തെ 3 വർഷത്തെ ഒക്കെ ഡിഫറെൻറ്റ് പീരിയഡ്സിൻ്റെത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പാരേറ്റീവ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ആക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെയും കമ്പാരേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുക. ദെൻ ഫൈനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് establishes a relationship between various financial figures to evaluate liquidity, profitability, solvency and efficiency. റേഷ്യോ അനാലിസിസ് നടത്തുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ലിക്വിഡിറ്റി, ദെൻ ലിക്വിഡ് റേഷ്യോസ് കണ്ടെത്തുന്ന വഴി നമ്മൾ ലിക്വിഡിറ്റി അറിയുന്നു, ദെൻ പ്രോഫിറ്റബിലിറ്റി, സോൾവൻസി, എഫിഷ്യൻസി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഫിഗേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് അനലൈസ് ചെയ്യുന്നതാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത്രയാണ് ട്രഡീഷണൽ മെത്തേഡ്. ഇനി മോഡേൺ മെത്തേഡ്സാണ് കൺട്രോളിങ്ങിന് യൂസ് ചെയ്യുന്ന മോഡേൺ മെത്തേഡ്സാണ്. ഫസ്റ്റ് പറയുന്നത് മാനേജ്മെൻറ്റ് ഓഡിറ്റാണ്. അതായത് ഒരു റെഗുലറായിട്ട് മാനേജീരിയൽ ആക്ടിവിറ്റീസിൻ്റെ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു ഓവറോൾ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നടത്തുന്നതാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. ദെൻ പെർട്ട്, പ്രോഗ്രാം എവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്. ഇറ്റ് ഫോക്കസ് ഓൺ ടൈം, ഹെൽപ്പ് പ്ലാൻ ആൻഡ് കൺട്രോൾ കോംപ്ലെക്സ് പ്രൊജക്റ്റ് ബൈ എസ്റ്റിമേറ്റിംഗ് എ മിനിമം കംപ്ലീഷൻ ടൈം യൂസിങ് 3 ടൈം എസ്റ്റിമേറ്റ്സ്. അതായത് ഈ പെർട്ട്, പിന്നെ നെക്സ്റ്റ് പറയുന്ന CPM ഒക്കെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അതായത് ഏറ്റവും ഒരുപാട് പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ കമ്പനിക്ക് വലിയ ഓർഗനൈസേഷന് 2-3 പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ അതിലേതാണ് ചൂസ് ചെയ്യേണ്ടത് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ ടൈമിനാണ് ഇവിടെ പെർട്ടിൽ ടൈമിന് പ്രാധാന്യം കൊടുക്കുന്നത്. ടൈം നോക്കിയിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ടൈം ഏതാണ്, ഏറ്റവും ലെസ് ടൈം ഏതാണ്, ആ ടൈമിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റിനെ സിംപ്ലിഫൈഡ് ആയിട്ട് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്തിട്ട് ഏതാണ് ഏറ്റവും ബെറ്ററായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടെക്നിക്ക് എന്ന് കണ്ടെത്തുന്നതാണ്, അല്ലെങ്കിൽ അതിന് സഹായിക്കുന്നതാണ്
പെർട്ട്. അതേപോലെ തന്നെയാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ഇറ്റ് ഫോക്കസ് ഓൺ ടൈം ആൻഡ് കോസ്റ്റ്. പെർട്ടിൽ ടൈം മാത്രമാണെന്നുണ്ടെങ്കിൽ ഇവിടെ കോസ്റ്റിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതായത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എല്ലാം ഒരു പോസിബിൾ ടൈമിനുള്ളിൽ ലെസ് കോസ്റ്റ്ലി ചെയ്ത് തീർക്കാൻ പറ്റുന്ന മെത്തേഡുകൾ ഏതാണ്, ഷോർട്ട് കട്ടുകൾ ഏതാണ് എന്നൊക്കെ കണ്ടെത്തുന്നതാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ദെൻ ഇൻഫർമേഷൻ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റിന് തീരുമാനമെടുക്കണമെന്നുണ്ടെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വേണം. ആ ഇൻഫർമേഷൻ്റെ ആക്യുറേറ്റ് ഇൻഫർമേഷൻ്റെ ഫ്ലോ ഉറപ്പ് വരുത്തുന്നതാണ് ഇൻഫർമേഷൻ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റമൊക്കെ ഇതിന് എക്സാമ്പിളാണ് ബെറ്റർ ഡെസിഷൻ മേക്കിങ്ങിനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്സുകൾ. അതായത് പ്രൊഡക്റ്റ് അതേപോലെ സർവീസ് പ്രൊഡക്റ്റിൻ്റെയും സർവീസിൻ്റെയും ഒക്കെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഉള്ള മെത്തേഡ്സ് SQC, TQM, സിക്സ് സിഗ്മ ഒക്കെ പോലെയുള്ള മെത്തേഡുകൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മോഡേൺ കൺട്രോളിങ് ടെക്നിക്സുകൾ പറയുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കഴിഞ്ഞൊരു PYQ ആണ് MBE. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് MBE. ഓക്കെ, അപ്പോൾ ഈ MBE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ ആണ്. ഇതിൻ്റെ മെയിൻ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ലെവൽ അതോറിറ്റീസിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ വർക്ക് ലോഡ് കുറച്ചിട്ട് അവർക്ക് എക്സെപ്ഷണൽ കേസിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാനേജ്മെൻറ്റിന് എവിടെയാണോ ഡീവിയേഷൻ വരുന്നത് അവിടെ മാത്രമേ ഇവർ എന്ത് ചെയ്യുന്നുള്ളൂ, ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്, എല്ലാ കാര്യത്തിലും ഫോക്കസ് ചെയ്യുന്നില്ല. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട് ഇറ്റ് മീൻസ് മാനേജ്മെൻറ്റ് കോൺസെൻട്രേറ്റ്സ് ഓൺ എക്സെപ്ഷണൽ കേസസ്. ഇനി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ഓൺ കീ ഏരിയാസിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ അതോറിറ്റി ഷെയർ ചെയ്ത് കൊടുക്കുന്നു, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അതായത് എല്ലാ ഏരിയാസിലും മാനേജ്മെൻറ്റിന് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ആ ബാക്കിയുള്ള ഏരിയാസ് എല്ലാം എക്സെപ്ഷണൽ കേസ് ഒഴിച്ച്, ഡീവിയേഷൻ കേസ് ഒഴിച്ച് ബാക്കിയുള്ള ഏരിയാസ് എല്ലാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഏരിയാസിന് മുകളിലുള്ള അതോറിറ്റിയൊക്കെ. നെക്സ്റ്റ് ഡീവിയേഷൻ ബേസ്ഡ് കൺട്രോളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എല്ലാത്തിലും കയറി കൺട്രോൾ ചെയ്യല്ല. എവിടെയാണോ ഡീവിയേഷൻ ഉള്ളത്, എവിടെയാണോ വേരിയേഷൻ ഉള്ളത് അവിടെ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു. അതാണ് ഡീവിയേഷൻ ബേസ്ഡ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ടൈമിൻ്റെ എഫിഷ്യൻറ്റ് യൂസാണ് ഇവിടെ കാണാൻ പറ്റുക. കറക്റ്റീവ് ആക്ഷൻ എടുക്കുന്നു. പിന്നെ അതിന് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് MBE എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ഫോക്കസ് ഓൺ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ദെൻ ഇംപ്രൂവ് എഫിഷ്യൻസി ആൻഡ് സേവ് ടൈം. എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുന്നു, അതേപോലെ തന്നെ സമയവും ടൈമും എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ദെൻ പിന്നെ ഇറ്റ് എൻകറേജ് ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി ഡീസെൻട്രലൈസ് ചെയ്യുന്നു. അതായത് ഏറ്റവും ടോപ്പ് ലെവലുള്ള ആൾക്കാരെയും വരെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അതോറിറ്റി അവർക്ക് എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ പെട്ടെന്ന് തന്നെ കറക്റ്റീവ് ആക്ഷൻ എടുക്കാൻ പറ്റുന്നു. മേജർ പ്രോബ്ലംസിൻ്റെ മേലെ കറക്റ്റീവ് ആക്ഷൻ എടുക്കാൻ പറ്റുന്നു, പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്നു. പിന്നെ ഡെസിഷൻ മേക്കിംഗ് ക്വാളിറ്റി അത് എൻഹാൻസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അഡ്വാൻറ്റേജസ്. ഈ ഇമ്പോർട്ടൻസ് തന്നെയാണ് സെയിം ആസ് അഡ്വാൻറ്റേജ് ആണ്. അതായത് സേവ് ടൈം ആൻഡ് എഫേർട്ട് ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ടൈമും എഫേർട്ടും എന്ത് ചെയ്യുന്നു, ഇത് സേവ് ചെയ്യുന്നു. അതേപോലെ എഫിഷ്യൻസി പ്രൊമോട്ട് ചെയ്യുന്നു. റെസ്പോൺസിബിലിറ്റി എമംഗ് സബോർഡിനേറ്റ്സിനിടയിൽ റെസ്പോൺസിബിലിറ്റി എൻകറേജ് ചെയ്യിക്കുന്നു. ദെൻ ഫെസിലിറ്റേറ്റ് ബെറ്റർ കൺട്രോൾ ആൻഡ് ക്വിക്കർ കറക്റ്റീവ് മെഷേഴ്സ്. പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റുന്നു, പെട്ടെന്ന് കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ പറ്റുന്നു, നല്ലൊരു കൺട്രോൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, കോർഡിനേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റിക്വയേഴ്സ് അക്യുറേറ്റ് ഡാറ്റ ആൻഡ് റിലയബിൾ റിപ്പോർട്ടിംഗ് സിസ്റ്റം. അതായത് എപ്പോഴും ഇങ്ങനെ ബാക്കിയുള്ള അതോറിറ്റികളെല്ലാം എക്സെപ്ഷൻ കേസ് ഒഴികെ ബാക്കിയുള്ള അതോറിറ്റികളെല്ലാം ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഡീസെൻട്രലൈസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് കിട്ടുന്ന ഡാറ്റാസ് എല്ലാം ആക്യുറേറ്റ് ആയിരിക്കണം. പിന്നെ റിപ്പോർട്ടിംഗ് സിസ്റ്റം റിലയബിൾ ആയിരിക്കണം. അതില്ല എന്നുണ്ടെങ്കിൽ അത് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ മൈനർ ഇഷ്യൂസ് മേ ബി ഇഗ്നോർ. ചെറിയ ഇഷ്യൂസ് എല്ലാം എന്ത് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്യുന്നു. കാരണം എക്സെപ്ഷണൽ കേസിൽ മാത്രമാണ് ടോപ്പ് ലെവൽ അതോറിറ്റി എന്ത് ചെയ്യുന്നത്, ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈനർ ഇഷ്യൂസ് എല്ലാം ഇഗ്നോർ ചെയ്യുന്നു. അതൊരു മേജർ ഇഷ്യൂ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഡിഫിക്കൽട്ട് ടു ഫിക്സ് സ്റ്റാൻഡേർഡ് ഫോർ എവറി ആക്ടിവിറ്റി. എല്ലാ ആക്ടിവിറ്റീസിനും ഒരു ഫിക്സ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ റിസ്ക് ഓഫ് ഡീവിയേഷൻസ് ആർ നോട്ട് റിപ്പോർട്ടഡ് പ്രോംപ്റ്റ്ലി. ഡീവിയേഷൻസ് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിലേ വരാനുള്ള
സാധ്യതയുണ്ട്. ദെൻ ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും സബോർഡിനേറ്റ്സിൻ്റെ മേലെ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. കൺട്രോളിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ലെങ്കിൽ എപ്പോഴും ചോദിച്ച് കാണുന്നത് കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സും ഈ കൺട്രോളിങ്ങിൻ്റെ ടെക്നിക്സുമാണ്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, താങ്ക് യു.